ഷുക്കൂർ വധക്കേസിൽ CPM നേതാക്കളായ P. ജയരാജനും TV രാജേഷും നൽകിയ വിടുതൽ ഹർജി തള്ളി. കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയാണ് ഇരുവരുടെയും ഹർജി തള്ളിയത്. ഗൂഢാലോചന കുറ്റമാണ് ഇരുവർക്കുമെതിരെ CBI ചുമത്തിയിട്ടുള്ളത്. കൊലപാതകത്തിനായി ഗൂഢാലോചന നടന്നത് തെളിയിക്കുന്നതിനുള്ള സാക്ഷിമൊഴികൾ ഷുക്കൂറിന്റെ മാതാവിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു. ജയരാജന്റെയും TV രാജേഷിന്റെയും പങ്ക് തെളിയിക്കുന്ന ഫോൺ രേഖകളും സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും അഭിഭാഷകന് നൽകിയിരുന്നു. 2012 ഫെബ്രുവരി 20-നാണ് MSFന്റെ പ്രാദേശിക പ്രവർത്തകനായിരുന്ന ഷുക്കൂർ കൊല്ലപ്പെട്ടത്. ഡൽഹിയിൽ പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ശനിയാഴ്ച നടക്കും. അതിഷി മർലേന മുഖ്യമന്ത്രിയായുള്ള പുതിയ മന്ത്രിസഭയിൽ 2 മന്ത്രിമാർ ഉൾപ്പെടെ 7 പേരാകും അതിഷിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുക. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന അതിഷിക്ക് ധനകാര്യം, വിദ്യാഭ്യാസം ഉൾപ്പെടെ 14 വകുപ്പുകളുടെ ചുമതല നിലനിർത്തും. എന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഇക്കുറി ഉണ്ടാവില്ലെന്ന് നേതാക്കൾ അറിയിച്ചു. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ADGP MR അജിത് കുമാറിനെതിരെ CPI. അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യമാണ് CPI മുന്നോട്ട് വെച്ചത്. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു ജനയുഗത്തിൽ എഴുതിയ ലേഖനത്തിലൂടെയാണ് പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അജിത് കുമാർ ഇടതുപക്ഷ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി. ജനകീയ സർക്കാരിന്റെ ജനപക്ഷ നിലപാടിനെ മനസ്സിലാക്കാത്ത ഉദ്യോഗസ്ഥർ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുമെന്നും പ്രകാശ് ബാബു പറഞ്ഞു. RSS നേതാക്കളുമായി ADGP രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് എന്തിനെന്നറിയണം. കൂടിക്കാഴ്ച ഔദ്യോഗികമോ വ്യക്തിപരമോ എന്നാണ് CPI ഉയർത്തുന്ന ചോദ്യം. ഇത് പറയാനുള്ള ബാധ്യത ADGPക്ക് ഉണ്ടെന്നും പ്രകാശ് ബാബു പറഞ്ഞു. മലപ്പുറത്ത് എംബോസ് സ്ഥിരീകരിച്ച യുവാവിന്റെ സമ്പർക്ക പട്ടികയിലുള്ളത് 30 പേർ. സമ്പർക്ക പട്ടികയിലുള്ള 23 പേർ കേരളത്തിൽ നിന്നുള്ളവരാണ്. ബാക്കിയുള്ളവർ വിദേശത്താണ്. സമ്പർക്ക പട്ടികയിലുള്ളവർ നിരീക്ഷണത്തിൽ തുടരുകയാണ്. ഈ മാസം 13-നാണ് യുവാവ് UAE-യിൽ നിന്നും കേരളത്തിലെത്തിയത്. യുവാവിന്റെ സമ്പർക്ക പട്ടികയിലുള്ളവർ നിരീക്ഷണത്തിൽ തുടരുകയാണ്. എന്നാൽ യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 20 പേരുടെ മൊഴികൾ ഏറെ ഗൗരവമുള്ളതെന്ന് പ്രത്യേക അന്വേഷണ സംഘം. മൊഴി നൽകിയ ഭൂരിഭാഗം പേരെയും 10 ദിവസത്തിനകം നേരിട്ട് ബന്ധപ്പെടാനാണ് SIT തീരുമാനം. ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനം കൈക്കൊണ്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള പരാതികളിൽ അതിവേഗം നടപടി അന്വേഷണ സംഘം പൂർത്തിയാക്കും. ഒരാഴ്ചയ്ക്കകം 4 സംഘങ്ങളായി തിരിഞ്ഞായിരിക്കും മൊഴിയെടുക്കൽ. റിപ്പോർട്ട് താമസിയാതെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. സിനിമാ നടന്മാർക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച ആലുവ സ്വദേശിനിക്കെതിരെ പരാതിയുമായി ബന്ധു. മൂവാറ്റുപുഴ സ്വദേശിനിയാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ലൈംഗികാരോപണം ഉന്നയിച്ച ആലുവ സ്വദേശിനി തന്നെ 16 വയസ്സുള്ളപ്പോൾ സെക്സ് മാഫിയയ്ക്ക് വിൽക്കാൻ ശ്രമിച്ചതായാണ് ആരോപണം. നിലവിൽ ഇത് സംബന്ധിച്ച് യുവതി DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. തിരുപ്പതി ലഡുവിൽ മുൻ സർക്കാർ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചിരുന്നുവെന്ന് ചന്ദ്രബാബു നായിഡു. YSR കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് തിരുപ്പതി ലഡു നിർമ്മിച്ചിരുന്നത് നിലവാരമില്ലാത്ത ചേരുവകൾ കൊണ്ടായിരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. അമരാവതിയിൽ ചേർന്ന NDA യോഗത്തിലായിരുന്നു ചന്ദ്രബാബു നായിഡു ആരോപണം ഉന്നയിച്ചത്. തിരുപ്പതി ക്ഷേത്രത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ തങ്ങൾ പരിശ്രമിക്കുകയാണെന്നും ചന്ദ്രബാബു നായിഡു പറഞ്ഞു. ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യക്ക് 6 വിക്കറ്റ് നഷ്ടം. ആദ്യ ദിനം ചായക്കായി പിരിയുമ്പോൾ ഇന്ത്യ 176 റൺസ് എടുത്തു നിൽക്കുകയാണ്. ലഞ്ചിനു ശേഷം 3 വിക്കറ്റുകൾ ഇന്ത്യക്ക് നഷ്ടമായി. മുൻനിരയുടെ കൂട്ടത്തകർച്ചയ്ക്ക് ശേഷം യശസ്വി ജയ്സ്വാളിന്റെ അർദ്ധ സെഞ്ചുറി മാത്രമാണ് ഇന്ത്യക്ക് ആശ്വാസമായത്.